ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടക്കൊള്ളുവാൻ രക്ഷകനെൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും. തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിയിടും. ആരുമേനിക്കില്ലെന്നോ ഞാനേകനായി തീർന്നുവെന്നോ മാനസത്തിലാതി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. എന്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഘമത്രേ. ഇപ്പോൾ അവർ ദൈവമുൻപിൽ സേവയാം. എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും. എന്നെ കാവൽ ചെയ്തു ശുശ്രൂഷിപ്പാൻ വന്നിടും. ദുഃഖിതനായോടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നാലും എന്നെയോർത്തു ദൈവദൂതർ വന്നിടും. ഏറ്റം സ്നേഹചൂടോടപ്പവുമായി വന്നിടും. ഏറ്റം സ്നേഹചൂടോടപ്പവുമായി വന്നിടും. നാളയെ കൊണ്ടെൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. കാക്കകളെ വിചാരിപ്പിൻ, വിതയില്ല കൊയ്ത്തുമില്ല. ദൈവമാവയ്ക്കായി വേണ്ടതേകുന്നു. ലില്ലി പുഷ്പങ്ങൾക്കും അവൻ ശോഭ നൽകുന്നു.
സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം ചൊല്ലുന്നു. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന മനഃശാസ്ത്രജ്ഞൻ കണ്ടെത്തിയതനുസരിച്ചാണെങ്കിൽ മനസ്സിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തേത് ബോധമനസ്സ്, രണ്ടാമത്തേത് ഉപബോധ മനസ്സ്, മൂന്നാമത്തേത് അബോധ മനസ്സ്. നമ്മുടെ നിത്യജീവിതത്തിൽ നാം കേൾക്കുകയും കാണുകയും ചെയ്യുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നതായ കാര്യങ്ങൾ ഈ 3 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ സ്റ്റോർ ചെയ്തു വെക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. ഒന്നുകിൽ ബോധമനസ്സിൽ, അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ, അതുമല്ലെങ്കിൽ അബോധ മനസ്സിൽ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ഏർപ്പെടുന്നതായ കാര്യങ്ങൾ നമ്മുടെ ബോധമണ്ഡലത്തിലാണ് നാം അനുനിമിഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പോകുന്നു. ചിലപ്പോൾ അത് സ്വപ്നങ്ങളായി നാം കാണാറുണ്ട് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. ഉപബോധ മനസ്സിൽ കിടക്കുന്നതായ ചില കാര്യങ്ങൾ നാം ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സമയങ്ങളിലോ നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് മടങ്ങി വരാം. അങ്ങനെ നാം ഉറങ്ങുന്നതായ സമയത്ത് ഉപബോധ മനസ്സിൽ നിന്ന് ബോധമനസ്സിലേക്ക് കടന്നു വരുന്നതായ ചില കാര്യങ്ങളെ നാം സ്വപ്നങ്ങളായി കാണാറുണ്ട് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. അതേസമയം അബോധ മനസ്സിലേക്ക് പോകുന്നതായ കാര്യങ്ങൾ പിന്നീട് നാം ഓർമ്മിക്കുന്നില്ല. എന്തായിരുന്നാലും ഒരു കാര്യം ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതും ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതും നമ്മുടെ മനസ്സാണ്. നാം ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്തോറും മനസ്സുകൊണ്ട് ദൈവത്തോട് അകന്നു പോകുന്നു എന്ന് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ എന്നാണ്. അതുകൊണ്ട് മനസ്സുകൊണ്ട് ദൈവത്തോട് അടുക്കുവാനും അകലുവാനും സാധിക്കും എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തോട് നാം അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് ദൈവത്തോട് അടുത്ത് ചെല്ലേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും അതേസമയം തന്നെ ദുഃഖവും നിരാശയും ഒക്കെ സമ്മാനിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളാണ്. നമുക്ക് സമാധാനം നൽകുന്നതും സന്തോഷം നൽകുന്നതും നിരാശ സമ്മാനിക്കുന്നതും ഒക്കെ ഈ മനസ്സിൻ്റെ വിവിധങ്ങളായ ചിന്തകളാണ്. അതുകൊണ്ട് ദൈവവചനം പറയുന്നത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കണം. മനസ്സുകൊണ്ട് ദൈവത്തോട് അകലാതെ മനസ്സുകൊണ്ട് തന്നെ ദൈവത്തോട് അടുത്ത് ജീവിക്കുവാൻ നമുക്കിടയായിത്തീരണം. എന്നാൽ പലരുടെയും മനസ്സ് അങ്ങനെയല്ല. ശാന്തതയില്ലാതെ അലറി മറിയുന്ന കടൽ പോലെ പ്രക്ഷുബ്ധമായിരിക്കുന്നത് കാണുവാൻ കഴിയും. അവരെല്ലായ്പ്പോഴും തങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ സംബന്ധിച്ച് ചിന്തിക്കുകയും പ്രശ്നങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് മനസ്സ് വല്ലാതെ വിഷമിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ദൈവവചനം നമ്മോട് പറയുന്നത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ്. സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ശാന്ത മനസ്സ് ദേഹത്തിന് ജീവൻ. അതുകൊണ്ട് നമ്മുടെ ദേഹത്തിന് ജീവനായിരിക്കുന്നത് ശാന്ത മനസ്സാണ്. മനസ്സിനെ ശാന്തമാക്കുവാൻ നമുക്ക് സാധിക്കണം. അലറിമറിയുന്നതായ മനസ്സിനെ ശാന്തമാക്കിയെടുക്കുവാൻ, മെരുക്കിയെടുക്കുവാൻ നമുക്ക് കഴിയണം. പലപ്പോഴും നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കുവാൻ സാധിക്കാതെ ഈ കടൽത്തിര പോലെ അലറിമറിയുന്നതായ സ്ഥിതിയിലേക്ക് മാറിപ്പോകാറില്ലേ? ദൈവവചനം നമ്മോട് പറയുന്നത് നമ്മുടെ മനസ്സിന് ശാന്തത ഉണ്ടാകണം എന്നാണ്. ശാന്ത മനസ്സാണ് ദേഹത്തിന് ജീവൻ. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അലറിമറിയുന്നതായ ഒരു രീതിയിൽ ഒരു കടലിനെ പോലെ യാതൊരു സ്വസ്ഥതയുമില്ലാതെ എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്നതായ ഒരു സ്ഥിതിയിലാണെങ്കിൽ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തി ശാന്തതയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോഴാണ് നമ്മുടെ ദേഹത്തിന് ജീവനുണ്ടാകുന്നത് എന്ന് സദൃശവാക്യങ്ങളിൽ നാം വായിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുവാൻ നമുക്ക് സാധിക്കണം.
മനസ്സിനെ ശാന്തമാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായ ഒരു കാര്യമല്ല. മനസ്സിനെ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരുന്നത് പലപ്പോഴും യാതൊരു കൺട്രോളുമില്ലാതെ, നിയന്ത്രണങ്ങളില്ലാതെ പായുന്ന ചിന്തകളെ പിടിച്ചു നിർത്തി അതിനെ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? അതിനും ഉത്തരം ദൈവവചനം നൽകുന്നുണ്ട്. 116 സങ്കീർത്തനം അതിൻ്റെ 7 വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ മനസ്സേ, നീ ഒന്ന് സ്വസ്ഥമായിരുന്നാട്ടെ, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട്. നമ്മുടെ മനസ്സ് പലപ്പോഴും സ്വസ്ഥതയില്ലാതെ വല്ലാതെ പ്രതിസന്ധിയിലാകുന്നത് എപ്പോഴാണ്? ആ സങ്കീർത്തനത്തിൻ്റെ 10 വാക്യത്തിൽ നാം വായിക്കുന്നു, ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. നോക്കുക, മനസ്സ് പലപ്പോഴും നമ്മളോട് പറയുകയാണ്, നീ വല്ലാത്ത കഷ്ടതയിലായിപ്പോയി, നിന്റെ സമാധാനമെല്ലാം നഷ്ടപ്പെട്ടു പോയി, നീ വല്ലാത്ത പ്രതിസന്ധികളുടെ മധ്യത്തിലായിപ്പോയി, നീ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്നൊക്കെ പലപ്പോഴും നമ്മുടെ മനസ്സ് നമ്മോട് സംസാരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നത് എന്ന് സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുകയാണ്. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെപ്പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സ്വസ്ഥതയിലേക്ക് വരുവാൻ സാധിക്കും. മറ്റൊരു കാര്യവും നമ്മെ സ്വസ്ഥതയിലേക്ക് നയിക്കുന്നില്ല. ദൈവവചനമാണ് നമ്മെ സ്വസ്ഥതയിലേക്ക് നയിക്കുന്നത്. നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കുവാൻ, ശാന്തമാക്കുവാൻ, ശാന്ത മനസ്സുള്ള ഒരു വ്യക്തിയായി ജീവിക്കുവാൻ നമ്മെ ഇടയാക്കുന്നത് എന്താണ്? ദൈവവചനമാണ്. യഹോവയായ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങളെപ്പറ്റി ഓർക്കുക. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നതായ ഓരോ ഉപകാരങ്ങളും നാം ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ സാവധാനം സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും. ഓരോരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഓർത്തുകൊണ്ട് നമ്മുടെ മനസ്സ് പ്രക്ഷുബ്ധമാകുന്നതിന് പകരമായി കഴിഞ്ഞ കാലങ്ങളിൽ യഹോവയായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നിരിക്കുന്നതായ ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ സാവധാനത്തിൽ സ്വസ്ഥതയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുന്നു. മാത്രമല്ല, ഏറ്റവും വലിയ ഉപകാരം യഹോവയായ ദൈവം നമുക്ക് ചെയ്തിട്ടുള്ളത് എന്താണ്? നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്ന്, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ചതായ ആ വലിയ രക്ഷണ്യ വേലയെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സ്വസ്ഥതയിലേക്ക് വരികയാണ്. എത്ര അനുഗ്രഹകരമായ ഒരു അനുഭവമാണിത്. യഹോവയായ ദൈവം ചെയ്തതായ ഉപകാരങ്ങൾ നാം ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മോട് പറയുകയാണ്, നീ ഒട്ടും വിഷമിക്കേണ്ട, യഹോവയായ ദൈവം നിന്നോട് കൂടെയുണ്ട്. നാളെപ്പറ്റി ഓർത്ത് നീ ഭാരപ്പെടേണ്ടുന്ന ആവശ്യമില്ല. നിന്റെ മനസ്സിനെ സ്വസ്ഥമായ നിലയിൽ മുൻപോട്ട് നയിക്കുവാൻ നിനക്ക് സാധിക്കും. പലപ്പോഴും നാളെപ്പറ്റി ഓർത്തുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത മുഴുവൻ നഷ്ടപ്പെടുത്തുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി ഇങ്ങനെ പാടി: നാളെയെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല, ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു, തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. നാളെക്കൊണ്ട് എൻ്റെ മനസ്സിൽ ലവലേശം ഭാരമില്ല. കാരണം എന്താണ്? കഴിഞ്ഞ നാളുകളിൽ എന്നെ പോറ്റിയവനായ ദൈവം നാളെയും എന്നെ പുലർത്തുവാൻ ശക്തനാണ്. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ സ്വസ്ഥതയിലേക്ക് നയിക്കുന്നതാണ്. 108 സങ്കീർത്തനം 1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും, എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം ചെയ്യും. വീണയും കിന്നരവുമായുള്ളവേ ഉണരുവീൻ, ഞാൻ അതികാലത്തെ ഉണരും. നോക്കുക, ഈ മനസ്സിനെ സ്വസ്ഥമാക്കേണ്ടുന്നത് എപ്പോഴാണ്? അതികാലത്ത് തന്നെ മനസ്സിനെ സ്വസ്ഥമാക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് രാവിലെ നാം എഴുന്നേൽക്കുമ്പോൾ ദൈവവചനം നമ്മോട് പറയുന്നത് എന്താണ്? നിന്റെ മനസ്സിനെ സ്വസ്ഥതയിലേക്ക് നയിക്കുവാൻ, നിന്റെ മനസ്സിനെ ഉറച്ച അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവസന്നിധിയിൽ നിന്റെ മനസ്സിനെ ഉറപ്പിക്കുവാൻ സാധിക്കേണ്ടുന്നത് ഈ രാവിലെ സമയത്താണ്. അതികാലത്തെ ഉണർന്ന് നിന്റെ മനസ്സിനെ സ്വസ്ഥതയുള്ള സ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ, ശാന്ത മനസ്സാക്കുവാൻ, നാളെപ്പറ്റി ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്ന പ്രക്ഷുബ്ധമായ ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിക്കൊണ്ടു പോവുകയല്ല, പ്രത്യുത ഏറ്റവും ശാന്തമായ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ, ഉറച്ചിരിക്കുന്നതായ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണം. അത് ദൈവവചനത്തിന് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. അതും രാവിലെ സമയത്ത് അതികാലത്ത് തന്നെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുവാൻ നമുക്കിടയായിത്തീരണം. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം മുഴുവനും ഈ ദൈവവചനം നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ മനസ്സിനെ ശാന്ത മനസ്സാക്കി, ഉറച്ച മനസ്സാക്കി, നാളെപ്പറ്റി ഓർത്ത് ഭാരപ്പെടാതെ മുൻപോട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. പ്രിയമുള്ളവർ, ഇന്ന് രാവിലെ ദൈവവചനം പറയുന്നത് അനുസരണമായി നമുക്ക് ഈ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. യഹോവയായ ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട്
നമ്മുടെ മനസ്സിനെ സ്വസ്ഥമാക്കുവാനും ശാന്തമാക്കുവാനും നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ അനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ. നല്ല ശാന്തതയുള്ള ഉറച്ച മനസ്സിൻ്റെ ഉടമകളായി ഇന്നത്തെ ദിവസം ജീവിപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ വായിക്കുന്നത് പോലെ പലപ്പോഴും ഞങ്ങളുടെ മനസ്സ് ശാന്തതയില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ഉറപ്പില്ലാതെ പലപ്പോഴും കർത്താവെ വല്ലാത്ത പ്രതിസന്ധിയിലായിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ ഞങ്ങൾ അവിടുത്തെ വചനത്തിലേക്ക് തിരിയുന്നു. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്ത വലിയ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ സ്വസ്ഥമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യഹോവയായ ദൈവം ഞങ്ങളോട് കൂടെ എല്ലാ സമയത്തും ഉണ്ട് എന്നുള്ളതായ ഉറച്ച ബോധ്യത്തോടുകൂടെ കർത്താവെ ഞങ്ങളുടെ മനസ്സിനെ ഉറപ്പിലേക്ക് കൊണ്ടുവരുവാൻ, ശാന്തതയിലേക്ക് കൊണ്ടുവരുവാൻ, അങ്ങനെ ദൈവസന്നിധിയിൽ ഉറപ്പുള്ളവരായി കുലുങ്ങാത്തവരായി നിൽക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുവാനും കർത്താവെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശാന്തതയുള്ളവരായി ദൈവവചനത്തിലേക്ക് ഞങ്ങളെ ശ്രദ്ധയെ തിരിച്ചുകൊണ്ട് ഏതൊരു പ്രതിസന്ധിക്കും പരിഹാരം ദൈവസന്നിധിയിൽ ഉണ്ടെന്നുള്ളതായ ഉത്തമ ബോധ്യത്തോടുകൂടെ ദൈവവചനത്തിൻ്റെ പിൻബലത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നിന്ന് രാവിലെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും ഒന്ന് അനുഗ്രഹിച്ചാട്ടെ, സഹായിച്ചാട്ടെ. ഇന്നത്തെ ദിവസം ശാന്തത അനുഭവിക്കുവാനും സ്വസ്ഥത അനുഭവിക്കുവാനും ഈ അധികാലത്ത് തന്നെ കർത്താവെ അവിടുത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായ ശാന്തത അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ നാമത്തെ കീർത്തിച്ചുകൊണ്ട് ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ താഴ്മയും വിനയവുമായി ബോധിപ്പിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.